കൂട്ടുകാരെ, ഈ ബസ് കയറി എങ്ങോട്ടാണെന്നല്ലേ, ഇന്ന് ധനുമാസ തിരുവാതിരയാണ്. അങ്ങനെ നമുക്ക് ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ പൗർണമിക്കാവിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ നമുക്ക് തിരുവാതിര കളിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് ഞാൻ സ്വന്തമായി മേക്കപ്പ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് കാരണവന്മാർ തന്ന ഭയങ്കര ഭംഗിയുള്ളത് കൊണ്ട് മേക്കപ്പിൻ്റെ ആവശ്യം കുറച്ച് മതി. അതുകൊണ്ട് ഞാൻ ഈ സുന്ദരമായ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള മേക്കപ്പൊന്നും ഇട്ടില്ല. ഒരു BB ക്രീമും ഇട്ടിട്ട് കണ്ണെഴുതി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മെഹന്തി ഇടണമെന്ന് പറഞ്ഞ് ആ മോള് വന്നിട്ട് എനിക്ക് എൻ്റെ 10 വിരലിലും മെഹന്തി ഇട്ട് തന്നു. പെട്ടെന്ന് റെഡിഷ് ആവുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ എൻ്റെ 10 വിരലിലും ഇട്ട് തന്നു. ബ്ലൗസിൻ്റെ നിറം ഇതാണ്. പിന്നെ പച്ച കുപ്പിവെള്ളം ഇട്ടു. പിന്നെ ഒരു ലോങ് മാല, പിന്നെ ഒരു പച്ച കമ്മലാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് അവിടെ നിന്നൊരു ജിമിക്ക അവർ തന്നു. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഒരു സൈഡ് ഞാനിങ്ങനെ കെട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് തന്നെ വന്നിട്ട് എനിക്ക് അവൾ തിരുപ്പം വെച്ചിട്ട് കെട്ടിത്തരയാണ്. അങ്ങനെ കൂട്ടുകാരെ, ബിന്ദു പണിക്കരെ പോലെ എൻ്റെ മുടി അങ്ങ് നീളത്തിൽ വളർന്നു. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ടൈമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടി പ്രാക്ടീസ് ചെയ്യുകയാണ്. വാവ്, വളരെ നന്നായി തന്നെ ഞാൻ കളിച്ചു കൂട്ടുകാരെ. എന്നിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്ന് ബിസ്ക്കറ്റും പിന്നെ കുഞ്ഞുവാവയിൽ നിന്ന് മുട്ടായിയും സ്ട്രോബെറിയൊക്കെ വാങ്ങി ഞാൻ കഴിച്ച് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായേ. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് കുശലവും വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ മേക്കപ്പിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമ്മൾ ചെയ്തിട്ട് ആ വീട്ടിൽ നിന്നും വേറെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. നടന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകാനുള്ള ഇതിൽ അങ്ങ് ഇറങ്ങിയേ. നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു അമ്പലമായിരുന്നു കേട്ടോ, ഉമാമഹേശ്വരി ക്ഷേത്രം. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ ആദ്യത്തെ 3 സ്റ്റെപ്പ് തിരുവാതിരക്കാരാണ് ഉണ്ടായിരുന്നത്. ആ 3 സ്റ്റെപ്പ് തിരുവാതിരക്കാരുടെയും രണ്ടാമത്തെ ആണ് നമ്മുടേത്. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ തിരുവാതിരയ്ക്കുള്ള ഒരുക്കങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഫോണിൽ നോക്കിയിട്ട് ഇത് കളിച്ചതൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവിടെ തിരുവാതിര കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ കഞ്ഞിയായിരുന്നു കൊടുത്തത്. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇടിഞ്ഞിൽ നമ്മളെ കയ്യിൽ വെച്ചായിരുന്നു കളിച്ചത്. അങ്ങനെ ഇടിഞ്ഞിലൊക്കെ കത്തിച്ചു. അതിന് മുന്നേ എനിക്ക് വിശന്നതുകൊണ്ട് നല്ല കഞ്ഞിയായതുകൊണ്ട് ഓടിപ്പോയി ചൂട് കഞ്ഞി കുടിച്ചു. ഞാനും എൻ്റെ മോനും കൂടെ കഞ്ഞി കുടിച്ചിട്ട് ഫസ്റ്റത്തെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്തു. അവർ നല്ല ഭംഗിയായിട്ട് തന്നെ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. പാട്ട് സ്പ്ലിറ്റ് ചെയ്തുള്ള പാട്ടായിരുന്നു അവരെടുത്തിരുന്നത്. അപ്പോൾ ആദ്യം ഗണപതി ശ്ലോകവും നല്ല പാട്ടും പിന്നെ മംഗളവും ഒക്കെ പാടി അവരുടെ തിരുവാതിര എല്ലാവരും പ്രായഭേദമന്യേ ഒരുപാട് നല്ല ആൾക്കാരും കണക്ഷനും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ തിരുവാതിരയും കണ്ടിട്ട് കുറേ നേരം അതിനെയൊക്കെ നോക്കി നിന്ന്. അവർക്ക് 10, 21, 22 മിനിറ്റ് ഉണ്ടായിരുന്നു അവരുടെ തിരുവാതിര. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ തിരുവാതിര വന്നത്. നമ്മളും 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ തിരുവാതിര കളിക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.